പിണറായി വിജയനോ പിണറായി വിജയൻ്റെ പിണിയാളുകളായിട്ടുള്ള കുറച്ച് പേര് അവരെ എതിർക്കുക, അവരെ ആക്രമിക്കുക, അവരെ കൊല്ലാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചാർജ് ഷീറ്റ് അവരുണ്ടാക്കിയ കേന്ദ്ര ഏജൻസികളുണ്ടാക്കിയ സംസ്ഥാന സർക്കാർ ബൈൻഡിങ് ആണ് അതിന് കേസെടുക്കുക. BJP സർക്കാരിന് ഇനി ഏതാണ്ട് ഒരു 4.25 വർഷത്തിൽ കൂടുതൽ ഭരിക്കാൻ അവസരമുണ്ട്. അപ്പോൾ അവരവരുടെ ഏജൻസി ഇവിടെ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇതേ നിലപാട് മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റുള്ള നേതാക്കന്മാർക്കെതിരെ പോയാൽ അവലംബിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? മുഷ്ടി ചുരുട്ടി വിഹായിസിലേക്ക് ഉയർത്തി ആവേശം കൊള്ളിച്ച അണികൾ തെരുവിലിറങ്ങി സെൻട്രൽ ഏജൻസികളെ ആക്രമിക്കുന്ന രീതിയിലേക്ക് എത്തിയില്ലേ? 50 സിറ്റിംഗ് MLA തോക്കുക, LDFൻ്റെ ഘടകകക്ഷികളായിട്ട് 7 പേര് വാഷ് ഔട്ട് ആകുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. മാണി കോൺഗ്രസ്, KM മാണിയുടെ കോൺഗ്രസ് പാർട്ടി, കേരള കോൺഗ്രസ് ഇല്ലാത്ത ഒരു അസംബ്ലി ചരിത്രത്തിലാദ്യമായിട്ടാണ്. ഇപ്പോൾ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി അറിയിക്കില്ല കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡും അവരുടെ അന്വേഷണവും. CMൻ്റെ താല്പര്യമുള്ള കുറച്ച് പിള്ളേർ അക്രമാസക്തമായതിനെ തടയാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ CA ഉണ്ട്, മ്യൂസിയം പോലീസ് സ്റ്റേഷൻ. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിന് കുഴപ്പം വന്നിട്ടുണ്ട്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. CMRL എക്സാലോജിക് കേസിൽ ED കഴിഞ്ഞ ദിവസം കേരളത്തിൽ 12 ഇടങ്ങളിൽ റെയ്ഡ് നടത്തി. ഈ റെയ്ഡിനെ CPM നേരിട്ട രീതി നൽകുന്ന സന്ദേശം എന്താണ്? ഇത് എന്ത് രാഷ്ട്രീയ സംസ്കാരമാണ് എന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, പിണറായി വിജയൻ എന്ന നേതാവ് ഏത് തരത്തിലാണ് ആരോപണങ്ങളെ നേരിടുന്നത് എന്നുള്ളതാണ്. അടിച്ചമർത്തി എതിർത്ത് തോൽപ്പിക്കുകയാണോ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്? മറ്റൊന്ന്, സമരത്തിനിറങ്ങുന്ന യുവാക്കൾ ചിന്തിക്കേണ്ടത് എന്ത്? കേന്ദ്ര ഏജൻസികൾക്കെതിരെ കല്ലെറിയുമ്പോൾ, അക്രമത്തിനിറങ്ങുമ്പോൾ അവരുടെ ഭാവിക്ക് എന്ത് സംഭവിക്കും? ഒപ്പം തന്നെ കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷണ സ്വാതന്ത്ര്യം വേണ്ടേ? ഈ വിഷയത്തെ പോലീസ് സമീപിച്ച രീതിയെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പരിശോധിക്കാം. നമ്മോടൊപ്പം ചേരുന്നു മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ L. അജിത്ത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം കണ്ടത്, ഇതിനിപ്പോൾ അതിനുശേഷം കുറേയേറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സമൻസ് അയക്കും പിണറായി വിജയൻ്റെ മകൾ വീണയ്ക്ക് എന്നുള്ളത് വരുന്നുണ്ട്. അന്വേഷണം കടുപ്പിക്കും, ഈ അക്രമ സംഭവങ്ങൾ CBIക്ക് വിടുന്നു, ഇതൊക്കെയുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, കഴിഞ്ഞ ദിവസം ED റെയ്ഡിനെ നേരിട്ട CPM രീതിയാണ്. എന്ത് രാഷ്ട്രീയ സംസ്കാരമാണ് CPM ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്? ഈ ആരോപണങ്ങളെ, പരാതികളെ അക്രമം കൊണ്ട് തോൽപ്പിക്കുക എന്നുള്ളതാണോ? അല്ല, അവരുടെ ലക്ഷ്യം അത് തന്നെയാണ്. യുവാക്കളെ ഇറക്കി വിട്ട് SFI DYFI പെടുന്ന പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ചെറുപ്പക്കാരെ ഇറക്കി വിട്ട് EDയെ ഭീഷണിപ്പെടുത്താം, EDയെ അകറ്റി നിർത്താം, അതിലൂടെ പിണറായി വിജയനെയും മക്കളെയും രക്ഷപ്പെടുത്താം എന്നൊക്കെയുള്ളൊരു അലിഖിതമായ ഒരു സന്ദേശം അവരിലുണ്ട്. പക്ഷേ ഒരു രസകരമായ കാര്യം പറഞ്ഞോട്ടെ ഇതിൻ്റെ ഇടയിൽ, ഇത് ഒന്നും അക്രമമല്ല. ഇത് അക്രമം ഇത് അല്ല. അപ്പോൾ സ്വരാജാണത് പറഞ്ഞത്. അതായത് അക്രമം ഞങ്ങൾക്കറിയാം, ഇത് ഇതിനപ്പുറമാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടുള്ള പ്രതികരണമെന്നാണ് എളമരം കരീം പറഞ്ഞത്. ഈ 2 നേതാക്കളുടെ പ്രതികരണം ശ്രദ്ധപ്പെടുത്തിയെന്ന് മാത്രം. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അത് അവർക്ക് നേതാക്കന്മാരാരും ബാധിക്കുന്നില്ല. നേതാക്കന്മാരെ ബാധിക്കുന്ന കാര്യമില്ല. ഈ ലിയോ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഈ ചെറുപ്പക്കാരുടെ ഭാവി കൂമ്പടയാണ്, അവരുടെ ഭാവി ഇരുളടയാണ് ഇതോടുകൂടി. കാരണം വലിയ പ്രശ്നം, അവരുടെ ജീവിതം പാഴാകുകയാണ്. കേസ് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാവും. കേസെടുക്കാതിരിക്കില്ലല്ലോ, സ്വാഭാവികമല്ലേ, കേസെടുക്കും. കാരണം ഇത് കേന്ദ്ര ഏജൻസിയാണ്. കേന്ദ്ര ഏജൻസിയല്ലേ, അവർക്ക് പ്രവർത്തിക്കണ്ടേ. കേന്ദ്ര ഏജൻസി ഇനിയും ഏതാണ്ട് ഈ സർക്കാർ തന്നെ, BJP സർക്കാരിന് ഇനി ഏതാണ്ട് ഒരു 4.25 വർഷത്തിൽ കൂടുതൽ ഭരിക്കാൻ അവസരമുണ്ട്. അപ്പോൾ അവരവരുടെ ഏജൻസി ഇവിടെ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇതേ നിലപാട് മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റുള്ള നേതാക്കന്മാർക്കെതിരെ പോയാൽ അവലംബിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? കേന്ദ്ര ഏജൻസിക്ക് പ്രവർത്തിക്കാൻ പിന്നെ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ അതൊരു വലിയ, അവർക്ക് ഇപ്പോൾ മാതൃകാപരമായിട്ട് ഇവിടെ വേണ്ട രീതിയിൽ നിലപാടെടുത്തെങ്കിൽ, കടുപ്പിച്ചെങ്കിൽ മാത്രമേ അവർക്ക് മറ്റ് ഇനിയുള്ള കേസിലും, ഈ കേസിൽ മാത്രമല്ല ഇനിയുള്ള കേസുകളിലും, രാജ്യത്തിൽ എവിടെയാണെങ്കിലും ഇനിയുള്ള കേസുകൾ അന്വേഷണത്തിന് ഇവർക്ക് പോയാലേ പറ്റുള്ളൂ. അപ്പോൾ ഇത് അങ്ങനെ പറഞ്ഞു വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കേസിൽ ഇനി അങ്ങോട്ട് EDയുടെ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ നിലപാട് ശക്തമാക്കിയില്ലെങ്കിൽ പിന്നെ അവർക്ക് പ്രസക്തിയില്ല. ഒരു മെസ്സേജ് അവർക്ക് മെസ്സേജ് കൊടുക്കണ്ടേ രാജ്യം മുഴുവനും. അതുകൊണ്ട് അവരത് ശക്തമാക്കി തന്നെ എടുക്കും. അപ്പോൾ അവിടെ വരുന്ന സംഭവം എന്ന് പറയുന്നത്, ഇപ്പോൾ എടുത്തു ചാടി സമരം ചെയ്ത് പിണറായി വിജയനെ രക്ഷപ്പെടുത്താമെന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയനും മകളെ വീണ തൈക്കണ്ടിയും രക്ഷപ്പെടുത്താമെന്നൊക്കെ വിചാരിച്ചിറങ്ങിയ ചെറുപ്പക്കാരുടെ ഭാവി പോക്കാം.
പ്രശ്നമാണ്. അവരുടെ പ്രശ്നം കാരണം അവരുടെ എനിക്ക് ലൈഫ് തോന്നുന്നു ഇപ്പോൾ ഈ വധശ്രമത്തിനൊക്കെ കേസെടുക്കുമെന്ന് തോന്നുന്നു അല്ലേ? ഉറപ്പായിട്ടും വധശ്രമത്തിനൊക്കെ എടുത്ത് വലിയ ചുടുകളിലൊക്കെ എടുത്തല്ലേ കാറിലടക്കുകയൊക്കെ ചെയ്തു. ആക്രമിച്ചത്. അപ്പോൾ അവർ ആ രീതിയിൽ തന്നെ ഫ്രെയിം ചെയ്യും. അവർ പറയുന്നത് അവരുടെ പരാതി എന്താണോ, അവർ ഏത് രീതിയിൽ ത്രട്ടൻഡ് ആയോ ആ രീതിയിലുള്ള കംപ്ലയിൻ്റ് ആയിരിക്കും അവർ കൊടുക്കുക. ഓക്കെ. അത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും. അപ്പോൾ പോലീസുകാർക്ക് ആ രീതിയിലുള്ള കേസെടുത്തേ പറ്റുള്ളൂ. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ, ഈ കേസ് ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത പോലീസിൻ്റെ രീതിയും വിമർശന വിധേയമാകുന്നുണ്ട്. ഇങ്ങനെ പോലീസ് നോക്കുകുത്തിയ പോലെ നിന്നു എന്നാണ് പറയുന്നത്. അല്ല, ലിയോ ഇന്ന് എനിക്ക് ലിയോ അടുത്ത് അതിന് ഇൻ്റർവ്യൂവിന് വരണമെന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇന്നലെ ഈ സാഹചര്യവശാൽ മാധ്യമപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഞാൻ അവിടെ ഈ ആരാണ് ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ കൈകാര്യം ചെയ്യുന്നത് നോക്കിയപ്പോൾ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ പ്രശാന്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. CI സ്റ്റേഷൻ ഹൗസ് ഓഫീസർ. ഇപ്പോൾ SHO അങ്ങനെയല്ലേ പറയുന്നത്, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ. അയാൾ CPM-ൻ്റെ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന പ്രസിഡൻറ്റോ സെക്രട്ടറി ആയിരുന്നു. അയാൾക്ക് ഇപ്പോഴും ആ ഹാങ് ഓവർ മാറിയിട്ടില്ല. പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ വീട്ടിലും പിണറായി വിജയൻ്റെ മകൾക്കെതിരെയുള്ളൊരു അന്വേഷണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ രീതിയിൽ പ്രതികരിച്ചു. ഓക്കെ. അദ്ദേഹത്തിന് ഒരു അനാസ്ഥ സംഭവിച്ചു. അദ്ദേഹത്തിന് പഴയ പാർട്ടിയുടെ ഹാങ് ഓവർ, ആ സംഘടനാ പ്രവർത്തനം പുള്ളിയുടെ മനസ്സിൽ ഇപ്പോഴും അത്തരത്തിലൊരു ചരിത്രമുണ്ട്. അങ്ങനെ ഒരു ചരിത്രം കിടക്കും. പ്രശാന്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പേര്, സർക്കിൾ ഇൻസ്പെക്ടറിൻ്റെ പേര്. സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ പേര് പ്രശാന്ത് എന്നാണ്. അദ്ദേഹം, ഞാൻ അറിഞ്ഞത് അദ്ദേഹം പഴയ CPM-ൻ്റെ സംഘടനയുടെ നേതാവായിരുന്നു. ഓക്കെ. ഓഫീസേഴ്സ് സംഘടനയുടെ. അതുപോലെ തന്നെ ഈ കേസ് ഹാൻഡിൽ ചെയ്തതുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് അല്ലെങ്കിൽ IPS ഉദ്യോഗസ്ഥർക്കിടയിൽ ഇപ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു. അതായത് ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പുതിയ യുവാക്കളായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി മുതിർന്ന നേതാക്കന്മാരൊക്കെ കൈയൊഴിഞ്ഞ് രക്ഷപ്പെടാൻ പോവുകയാണ്. അല്ലത് കാരണം ഇതെല്ലാം സെൻട്രൽ ഗവൺമെൻറ്റിന് ബൈൻഡിങ് കൂടെയാണല്ലോ ഇവിടെയുള്ള IAS IPS-കാർ. അതെ. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് അവരുടെ മേലെ നോവാതെയുള്ള കളികൾ മാത്രമേ അവർ മുതിരുള്ളൂ. അപ്പോൾ ഇവിടെ ലോ ആൻഡ് ഓർഡറിലുള്ള DGP എന്ന് പറയുന്നത് സാക്ഷാൽ രവതാ ചന്ദ്രശേഖർ എന്ന് പറയുന്ന അദ്ദേഹം അമിത്ഷാജി കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിയമിച്ച ആളാണ്. പിണറായി വിജയൻ്റെ കാലത്ത് നിയമിച്ച ആളാണ്. അതെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂറ് ആരോടാണെന്ന് കാണിക്കും. അദ്ദേഹം രവതാ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ലോ ആൻഡ് ഓർഡർ DGP മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനോടാണ് കൂറ് കാണിക്കുന്നത്, അതോ അദ്ദേഹത്തെ നിയമിച്ച ആഭ്യന്തരമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോടാണ്? ഓക്കെ. അത്തരം കാര്യങ്ങൾ എല്ലാം വിതിൻ ഇൻവേർട്ടഡ് കോമേഴ്സ് നമുക്ക് ചോദിക്കേണ്ടതാണ്. ഓക്കെ. അദ്ദേഹത്തിൻ്റെ ലോയൽറ്റി ആരോടാണെന്നുള്ളതാണ്. നോ മാൻ ക്യാൻ സെർവ് ടു മാസ്റ്റേഴ്സ്. അങ്ങനെ ഇതില്ലേ, രണ്ട് മുതലാളിമാരെ, ആ രണ്ട് യജമാനന്മാരെ ഒരു സെർവൻറ്റിനും സെർവ് ചെയ്യാൻ പറ്റില്ല, സേവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ആരെയാണ് അദ്ദേഹം സേവ് ചെയ്തത് എന്നുള്ള ഒരു ചോദ്യചിഹ്നം ഉണ്ട്. അല്ല, ഞാൻ വേറൊരു സംശയം ചോദിച്ചോട്ടെ. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല എങ്കിൽ പോലും ഈ സംസ്ഥാന പോലീസ് മേധാവിമാരെ നിയമിക്കുന്നൊരു വിഷയത്തിൽ മലയാളികളെ പാടെ അവഗണിക്കുകയാണോ? അന്യസംസ്ഥാന വളരെ പെർട്ടിനൻ്റായ ഒരു ചോദ്യമാണ്. കാരണം അതിപ്പോൾ പ്രസക്തമാണ്. ഇപ്പോൾ ഈ നിമിഷം വരെ പ്രസക്തമാണ്. കാരണം ശ്രീ രവതാ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ലോ ആൻഡ് ഓർഡർ DGP വരെ നിയമിച്ചത് കഴിഞ്ഞ 10 വർഷത്തിൽ പിണറായി വിജയൻ്റെ കാലത്ത് ഒറ്റ മലയാളിയും പരിഗണിച്ചിട്ടില്ല. മലയാളികളെന്ന് പറയുന്നവർ യൂസ്ലെസ്സുകളാണോ? ഇപ്പോൾ നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ ഉപദേഷ്ടാവായിരിക്കുന്ന ഹേമേന്ദ്രൻ, ഇത്ര അപ്രൈറ്റ് ആയിട്ടുള്ളൊരു മനുഷ്യൻ വേറൊരാളുണ്ടോ? ഇത്ര അൺബ്ലമിഷ്ഡ് ആയിട്ടുള്ളൊരു പോലീസ് ഓഫീസർ മലയാളിക്ക് കിട്ടുമോ? ബയസ്ഡ് ആയിട്ടുള്ള പല പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ട്, അവിടെ ഉണ്ട്. ഇദ്ദേഹം വളരെ സത്യസന്ധനായുള്ള മനുഷ്യനല്ലേ, പൊരിച്ചിട്ടുണ്ട്. വേറെ ആരാ ഉള്ളത് ഇനിയിപ്പോൾ? അദ്ദേഹത്തിനൊന്നും അവസരം കൊടുത്തില്ല. 10 വർഷം ശ്രീ പിണറായി വിജയൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കും. അതെന്തിനായിരുന്നു എന്നുള്ളത് അതും ഡൂബിയസ് ആണ്, സംശയാസ്പദമാണ്. കാരണം എന്താ, 10 വർഷത്തിൽ സ്വന്തം നാട്ടിൽ ജനിച്ചു വളർന്ന IPS, നാട്ടിൻ്റെ സംസ്കാരം അറിയുന്ന അപ്രൈറ്റ് ആയിട്ടുള്ള റൈറ്റിയസ് ആയിട്ടുള്ള ഒരു ഓഫീസറെ ലോ ആൻഡ് ഓർഡർ DGP ആക്കാൻ കഴിഞ്ഞിട്ടില്ല പിണറായി വിജയൻ. എന്താ കാരണം? ഓക്കെ, അതെന്താണെന്ന് ചോദിച്ചില്ലേ? അതെ, അത് കൃത്യമായിട്ട് ചോദിക്കണം. അതാണ് ഞാൻ ചോദിച്ചത്. ഞാനും ലിയോയും മാധ്യമപ്രവർത്തകർ ചോദിച്ചില്ലെങ്കിലും ഈ പോലീസ് ഓഫീസേഴ്സിനിടയിൽ ചോദിക്കുന്നുണ്ട് അല്ലേ? മലയാളികളുടെ ഇടയിൽ ചോദിക്കില്ലേ? മലയാളികളായിട്ടുള്ള IAS IPS തമ്മിൽ അറിയില്ലേ? അവർ ചോദിക്കില്ലേ? അവർക്കെന്താ കുഴപ്പമൊന്നും? അതെ, ഇതിനൊക്കെ ശ്രീ പിണറായി വിജയൻ ആൻസറബിളാണ്. അതെ. അല്ല സാർ, ഞാൻ ചോദിച്ചോട്ടെ, ഈ പോലീസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. ഇത് വല്ലാണ്ടങ്ങ് രാഷ്ട്രീയവൽക്കരിച്ച് ഒരു വല്ലാത്ത മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോയി എന്നാണ് കേൾക്കുന്നത്. ഈ പ്രത്യേകിച്ച് ഇടത് സർക്കാരിൻ്റെ കാലത്തൊക്കെ അവരുടെ ഒരു അപ്രമാദിത്വം പല കേസ് അന്വേഷണത്തിലും. എനിക്കതിനകത്ത് നമ്മൾ മാധ്യമപ്രവർത്തകരായിട്ട് നമുക്ക് ഫാക്ച്വലായിട്ട് സംസാരിക്കാനാണ് എനിക്ക് താല്പര്യം. എനിക്ക് എൻ്റെ പൊളിറ്റിക്സ് ഒന്നും പ്രത്യേകിച്ച് പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ ഒരു ഇതിലും അങ്ങനെ എടുക്കാറില്ല. പക്ഷേ ഈ പോലീസ് ഓഫീസേഴ്സിന് ഉൾപ്പെടെ സംഘടനാ സ്വാതന്ത്ര്യം, സംഘടനാ പ്രവർത്തനം, ആ ബൈൻഡിങ് ആയിട്ടുള്ളൊരു സംഘടന ഉണ്ടാക്കുക, ഇതിന് സ്വാതന്ത്ര്യം കൊടുത്തത് യഥാർത്ഥത്തിൽ ശ്രീമാൻ K. കരുണാകരനാണ്. അതെ,
പക്ഷെ അദ്ദേഹം ഇതിനു വേണ്ടി വരുതിക്ക് നിർത്താൻ വേണ്ടി ചെയ്തതൊന്നും അല്ല. അവർക്ക് രാഷ്ട്രീയമാകാം, അവരുടേതായ സംഘടനാ പ്രവർത്തനങ്ങൾ, സംഘടന ആകാം, എന്തിന് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം. കറക്റ്റ്. അവർക്ക് ജോലി ഉദ്യോഗം കൃത്യമായിട്ട് ചെയ്യുവാനും അതിനുണ്ടായിരിക്കുന്ന ഡിഫിക്കൽട്ടീസ് പറഞ്ഞറിയിപ്പിക്കാൻ ആ ആ അധികാരികളെ, രാഷ്ട്രീയ നേതാക്കളെ അറിയിക്കുവാൻ വേണ്ടി ഇവർക്കൊരു സംഘടന ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് അന്ന് അദ്ദേഹം അനുവാദം കൊടുത്തത്. അനുവാദം കൊടുത്തത്. ഞാനതാണ് കാണുന്നത്. പക്ഷേ ഇത് പക്ഷേ ഇത് അന്വേഷണത്തെ രാഷ്ട്രീയവൽക്കരിച്ചു. അതെ അതെ. അത് രാഷ്ട്രീയവൽക്കരിച്ചു. ഉം, ഉം. രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടിയല്ല പുള്ളി അത് ചെയ്തത്. അദ്ദേഹം ശ്രീമാൻ കെ കരുണാകരൻ ലീഡർ അത് അനുവാദം കൊടുത്തത് രാഷ്ട്രീയ പാർട്ടിയാകാനോ രാഷ്ട്രീയ പാർട്ടികളോട് കൂറ് കാണിക്കാനോ അല്ല. അവരുടെ പ്രവൃത്തി സ്വാതന്ത്ര്യത്തിന്, അവരുടെ പ്രൊഫഷൻ നന്നായിട്ട് ഇമ്പക്കബിളായിട്ട് കുറ്റമറ്റതായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതിന് വേണ്ടി അവർക്ക് പറയാനുള്ളത് പറയണം, അതിനവർ സംഘടിതരാകണം എന്നുള്ള ഒരു മെസ്സേജ് അന്ന് സംഘടന ഉണ്ടാക്കുമ്പോൾ അത് അദ്ദേഹത്തെ, ലീഡറിനെ ധരിപ്പിച്ചിരുന്നു. ആ ഇതിൻ്റെ രീതിയിലാണ് അദ്ദേഹം അതിന് അനുവാദം കൊടുത്തത്. ഓക്കെ. അല്ലാതെ ഇപ്പോൾ CPM പിണറായി വിജയൻ ചെയ്യുന്ന രീതിയിൽ സ്വന്തം പാർട്ടിക്കും സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു സംഘടനയായിട്ട് പോലീസ് ഓഫീസേഴ്സ് ഒരിക്കലും മാറാൻ വേണ്ടി ആയിരുന്നില്ല. ഇനി ഈ വിഷയത്തിൻ്റെ, ഈ സംഭവത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ വശത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, പിണറായി വിജയൻ എന്ന നേതാവ്, അദ്ദേഹം മുഖ്യമന്ത്രിയിൽ നിന്നും പ്രതിപക്ഷ നേതാവിലേക്ക് എത്തിയ ആ ഒരു സംഭവമുണ്ടല്ലോ, തിരഞ്ഞെടുപ്പിലെ തോൽവി, അതിനെ തുടർന്ന് വളരെ ശക്തമായ വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയുടെ എല്ലാ കമ്മിറ്റികളിലും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ആകരുത് എന്ന് ആകുന്നതിന് മുൻപ് പറഞ്ഞു. ആയതിനു ശേഷം പറയുന്നത് അത് ഒഴിയണം എന്ന് പറയുന്നു. ഗോവിന്ദൻ മാഷ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ്, അദ്ദേഹത്തിനെതിരെയും രൂക്ഷ വിമർശനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് നേതാക്കൾക്കെതിരെയും, പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിമർശനം എല്ലാ ദിവസവും വാർത്തയാകുന്നുണ്ട്. സകലമാന ജില്ലാ കമ്മിറ്റികൾ എല്ലാവരും ശക്തമായി ആക്രമിക്കുകയാണ്. ഈ ആക്രമണം നടക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസത്തെ ഈ പ്രസ്തുത സംഭവം ഉണ്ടായിരിക്കുന്നത്. ED റെയ്ഡും അക്രമ സംഭവങ്ങളും എല്ലാം ഉണ്ടായിരിക്കുന്നത്. ആ ദിവസം മാത്രമല്ല, ഇനി വരുന്ന ദിവസങ്ങളിലെയും ചർച്ച ഇതിലേക്ക് വഴിതിരിച്ച് വിടുവാനും സാധ്യമായിട്ടില്ലേ? അല്ല ലിയോ, അത് ഇന്നലെ രാത്രി തന്നെ നമ്മുടെ ചാനലുകളെല്ലാം നിങ്ങളൊക്കെ ഉൾപ്പെടെ തന്നെ ചർച്ച ചെയ്തൊരു സംഭവം അതാണ്. അതെ, അത് ആ സംഭവം ഈ പറഞ്ഞ കാര്യം തന്നെ പരാമർശിച്ചുകൊണ്ടുള്ളതായിരുന്നു. പക്ഷേ ഇതിനകത്തെല്ലാം രണ്ടിനും രണ്ടായിട്ട് കാണണം, സെപ്പറേറ്റ് ചെയ്ത് കാണണം. പാർട്ടി ഘടകങ്ങളിൽ ഇത്രയധികം ദയനീയ പരാജയം, ഒരു അസംബ്ലിയുടെ മൊത്തം സ്ട്രെങ്തിൻ്റെ 1/5 ചുരുങ്ങിയ CPM-ൻ്റെ ഭാവി എന്താണെന്നുള്ള രീതിയിലേക്കാണ് CPM പ്രവർത്തകർ ശ്രീ പിണറായി വിജയൻ ഇനി പ്രതിപക്ഷ നേതാവായിട്ട് കൂടെ തുടരണ്ട, അതെ, അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. ഇനി അദ്ദേഹം അതുകൂടെ തുടർന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പാർട്ടി ഇല്ലാണ്ടാകും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്നലെ നടന്ന റെയ്ഡ്. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അവർക്ക് പാർലമെൻറ്റ്, BJPക്ക് പാർലമെൻറ്റ് സീറ്റ് തൃശ്ശൂർ കിട്ടുന്നു. അത് കഴിഞ്ഞ് തിരുവനന്തപുരം കോർപ്പറേഷൻ 2 UDF-ഉമായിട്ട് 2 വാർഡിൻ്റെ വ്യത്യാസത്തിലാണ് അവരിപ്പോൾ ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത്. ഇപ്പോൾ 3 അസംബ്ലി സീറ്റ് അവർക്ക് കിട്ടി. ഈ 3 സീറ്റും ആരുടെ? CPM-ൻ്റെ. ഒരു മനുഷ്യൻ, ഒരു മുഖ്യമന്ത്രി, അദ്ദേഹം എന്ത് തരത്തിലൊക്കെ ചാർജ് ഷീറ്റിലും അതിലും ഇതിലുമൊക്കെ കേസുകളിലൊക്കെ കിടന്ന് ഉഴലുന്നു എന്നുള്ളത് വേറെ. പക്ഷെ അദ്ദേഹം ക്ലിഫ് ഹൗസിൽ എത്ര അസ്വസ്ഥനായിട്ട് ജീവിച്ചിരുന്നു. അദ്ദേഹം ചെയ്തു കൊടുക്കാവുന്ന പരമാവധി ചെയ്തില്ലേ? ഇപ്പം ഈ റെയ്ഡ് കൊണ്ട് ഇന്ത്യ എന്താ ഉദ്ദേശിക്കുന്നത്? ഇതിന് രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇനി പ്രതിപക്ഷ നേതാവായിട്ട് 5 വർഷം കൊണ്ട് ഇരിക്കുമ്പോൾ ഈ പാർട്ടി CPM എന്ന് പറയുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയാണോ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇത്രയും ഹേസ്റ്റ്, ഇത്രയും ആവേശം, ഇത്ര സ്പീഡ്, ഇത്ര വേഗം? അതായത് പിണറായി വിജയനും BJP കേന്ദ്ര നേതൃത്വവും തമ്മിൽ ഉള്ള ബന്ധത്തിന് ഈ രീതിയിൽ ഇദ്ദേഹത്തെ ഇങ്ങനെ മിസ്യൂസ് ചെയ്ത് ഇദ്ദേഹത്തെ ഈ രീതിയിൽ പ്രഷറൈസ് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഈ CPM-നെ മാറ്റി ഒരു BJPക്ക് കടന്നു കയറാൻ, ശരിക്കുള്ള പ്രതിപക്ഷം ആകുക, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ മുഖ്യ സ്ഥാനത്തേക്ക് വരികയോ ചെയ്യാൻ പറ്റുള്ളൂ. അത് പിണറായി വിജയൻ ഉള്ളപ്പോഴും മാത്രമേ പറ്റുള്ളൂ. വേറെ ഒരു CPM-ൻ്റെ നേതാവിൻ്റെ ഇത്ര രീതിയിൽ വരുതിക്ക് നിർത്താൻ അവർക്ക് കേന്ദ്ര ഏജൻസികൾക്ക് പറ്റില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ BJPയും പിണറായി വിജയനും തമ്മിൽ ഒരു ഡീലുണ്ടെങ്കിൽ ഈ റെയ്ഡ് ഒഴിവാകില്ലായിരുന്നോ? അല്ല, അദ്ദേഹം ചെയ്യാവുന്ന ചെയ്തു കഴിഞ്ഞു. ഇനിയും അദ്ദേഹം ജീവിച്ചിരിക്കുകയല്ലേ, അദ്ദേഹം ഇതല്ല പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുകയല്ലേ, പാർട്ടി അദ്ദേഹത്തിൻ്റെ കീഴിലല്ലേ. പിന്നെ ഇദ്ദേഹത്തെ റെയ്ഡ് ചെയ്യാതെ എന്ത് ചെയ്യണം? ഓക്കെ, സോറി ടു സേ ദാറ്റ്, അദ്ദേഹത്തെ അല്ല റെയ്ഡ് ചെയ്തത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മകൾ വീണ വിജയൻ താമസിച്ച വീട്ടിലേക്കാണ് റെയ്ഡ് വന്നത്. ഓക്കെ. പക്ഷേ അതിന് നേരത്തെ ലിയോ ഇൻട്രോയിൽ പറഞ്ഞ അനുസരിച്ച് പിള്ളേർ ആവേശം കാണിച്ചത് അദ്ദേഹത്തിലെ വീട്ടിൽ റെയ്ഡ് ചെയ്തു എന്നുള്ള ഒരു രീതിയിലേക്ക് ഇതിനെ വ്യാഖ്യാനിക്കുകയും അദ്ദേഹം ഒരു എന്താ പറയുക, ഇരയുടെ പരിവേഷത്തിലേക്ക് മാറുകയും ചെയ്യും. പക്ഷേ അത് ഇപ്പോൾ ഡീലുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുള്ളത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ,
ഇന്നലെ ഈ സംഭവം നടന്നതിന് ശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് തീർത്തും വ്യത്യസ്തമായിരുന്നു. ഒരു തളർന്ന ബോഡി ലാംഗ്വേജ്, ഒരു പേടിച്ച ഒരു ബോഡി ലാംഗ്വേജ് ആയിരുന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അധികാരമില്ലല്ലോ അല്ലയോ അദ്ദേഹത്തിന്. പണ്ടുണ്ടായിരുന്ന ആവേശമൊന്നും കാണിക്കാൻ അധികാരമില്ല. എന്നാലും അദ്ദേഹം സമരാവേശം കാണിച്ച് അണികളെ ഇറക്കി വിട്ടല്ലോ. അതെ, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഇതുപോലെ എന്നൊക്കെ പറയുന്ന പിണറായി വിജയനെ നമ്മൾ കണ്ടത്. മുഷ്ടി ചുരുട്ടി വിഹായ്സിലേക്ക് ഉയർത്തി ആവേശം കൊള്ളിച്ച അണികൾ തെരുവിലിറങ്ങി സെൻട്രൽ ഏജൻസികളെ ആക്രമിക്കുന്ന രീതിയിലേക്ക് എത്തിയില്ലേ? ഓക്കെ അല്ല, അപ്പോൾ അത് ഒരു പരിണിതപ്രജ്ഞനായിട്ടുള്ളൊരു രാഷ്ട്രീയ നേതാവിനെ ആ ബുദ്ധി വരുള്ളൂ. അത് പിണറായി വിജയന് മാത്രമേ വരുള്ളൂ, വേറൊരാൾക്ക് വരില്ല. മറ്റൊരു നേതാവിനും കേരള രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മറ്റൊരു നേതാവിന് ഇത്തരത്തിലുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഇപ്പോഴും ഇങ്ങനെ ഡിഫൻസിൽ നിൽക്കുമ്പോഴും അദ്ദേഹം അണികളെ ആവേശം കൊള്ളിക്കാൻ അദ്ദേഹം മുഷ്ടി ചുരുട്ടി ആവേശം കൊള്ളിച്ചില്ലേ? അതിലൂടെ അദ്ദേഹത്തിന് മറ്റൊരു പോയിന്റും പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതായത് പാർട്ടി കമ്മിറ്റികളിൽ തനിക്കെതിരെ വരുന്ന ചർച്ചകൾ ഒക്കെ വെറും മാധ്യമ സൃഷ്ടിയാണ്. കണ്ടോ, എനിക്കൊരു വിഷയം വന്നപ്പോൾ എല്ലാവരും തെരുവിലിറങ്ങി. ഇതെല്ലാം എപ്പോഴും പറയുന്നില്ലേ, ഏതെങ്കിലും കള്ളൻ സ്വയം കള്ളനാണെന്ന് അംഗീകരിക്കൂ? ഏതെങ്കിലും ഒരുത്തൻ കുറ്റം ചെയ്തെന്ന് സമ്മതിക്കൂ? ഇല്ല. പക്ഷേ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇദ്ദേഹത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ടല്ലേ ഈ പാർട്ടി ഇല്ലാണ്ടായത്. ഇപ്പോൾ ഈ സങ്കടപ്പെടുന്നത് ലിയോ ആണെങ്കിലും ഞാനാണെങ്കിലും പൊതുസമൂഹത്തിൽ സെക്കുലറായിട്ടുള്ളവരെല്ലാം തന്നെ സങ്കടപ്പെടുന്നത് ഈ പാർട്ടി ഇല്ലാണ്ടാകുന്നതിൻ്റെ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ്. അതിലേക്കാണ് പോകുന്നത്. CPM-ന്റെ ഭാവിയെക്കുറിച്ചാണ് ആശങ്കപ്പെടുന്നത്. മാത്രമല്ല, ഈ കഴിഞ്ഞ 10 വർഷവും നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? ത്രിപുരയും പശ്ചിമ ബംഗാൾ. എല്ലാ ഡിസ്കഷനിലും, എവരിഡേ ചാനൽ ഡിസ്കഷനിൽ നമ്മളെല്ലാം പറയുന്നത് CPM-നെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്ന ത്രിപുരയും പശ്ചിമ ബംഗാളിലും അടുത്ത് ഓർമ്മിപ്പിക്കുന്നില്ല. എന്താ കാര്യം? ആളുകൾക്ക് അത്ര ഇഷ്ടമാണ് ഈ പാർട്ടിയെ. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇഷ്ടമാണ്. അതിനെ ആളുകളുടെ ഉള്ളിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. അത് ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ ഇപ്പോൾ എറിഞ്ഞു തോൽപ്പിച്ചിരിക്കുന്നത്. 50 സിറ്റിംഗ് MLA-മാർ തോക്കുക, LDF-ൻ്റെ ഘടകകക്ഷികളായിട്ട് 7 പേര് വാഷ് ഔട്ട് ആകുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. മാണി കോൺഗ്രസ്, KM മാണിയുടെ കോൺഗ്രസ് പാർട്ടി, കേരള കോൺഗ്രസ് ഇല്ലാത്ത ഒരു അസംബ്ലി ചരിത്രത്തിലാദ്യമായിട്ടാണ്. ആ 7 ഘടകകക്ഷികളില്ലാണ്ടായി. ആ കഷ്ടിച്ച് രക്ഷപ്പെട്ടിരിക്കുന്ന CPI ആണ്. CPI പോലും ബിനോയ് വിശ്വത്തിൻ്റെ നിലപാട്, പിണറായി വിജയൻ്റെ ശരീരഭാഷയ്ക്കും അദ്ദേഹത്തിൻ്റെ നയങ്ങൾക്കും എതിരെ വിമർശിക്കാത്തത് കൊണ്ടോ അതിനെ ചെറുക്കാത്തത് കൊണ്ടോ അദ്ദേഹത്തിനും യോഗ്യനല്ല പാർട്ടി സെക്രട്ടറി ആകാൻ. അദ്ദേഹം മാറണമെന്നാണ് CPI-ലും മുറവിളി നടക്കുന്നത്. ഇത് തന്നെയാണ് ഈ CPM-ലുള്ള താഴെത്തട്ടിലുള്ള എല്ലാം ജില്ലാ തലത്തിൽ മാത്രമല്ല, താഴെത്തട്ടിൽ ലോക്കൽ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും ഒക്കെ ശ്രീ പിണറായി വിജയനെ ആളുകളെല്ലാവരും പാർട്ടി അണികളെല്ലാം വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ കാര്യം? അവർക്കിനി അസ്പയർ ചെയ്യാൻ പറ്റില്ലേ? അവർക്ക് CPM എന്നും പറഞ്ഞിട്ട് അവർക്ക് വളർന്ന് അവർക്ക് നേതാവാകണ്ടേ? അവർക്ക് എന്തെങ്കിലുമൊക്കെ ആകണ്ടേ? അവർക്ക് സമ്പാദിക്കണ്ടേ? അതിനൊന്നും ഇനി അവസരമില്ല. അതൊരു ബ്ലീക്കെന്ന് പറഞ്ഞാൽ അത്ര അവ്യക്തമായിട്ടിങ്ങനെ അലിഞ്ഞില്ലാണ്ടാകുകയാണ്. അവരുടെ സാധ്യതകൾ ഇല്ലാണ്ടാകുക. അതിൻ്റെ രോഷമാണ് അവർ ഈ ജില്ലാ ഘടകങ്ങൾ തൊട്ട് താഴോട്ട് ഉൾപ്പെടെ അത് പ്രതികരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അത്തരത്തിലൊരു സംഭവത്തിലേക്ക് പോകുന്നു. ഇന്നലെ നടന്ന റെയ്ഡ് 12 ഇടത്താണ്. മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിൽ ഉൾപ്പെടെ റെയ്ഡ് നടത്തി. റെയ്ഡിലൊന്നും കണ്ടു കിട്ടിയില്ല എന്നൊക്കെയാണ് ആദ്യം വാർത്ത വന്നതെങ്കിലും ഒട്ടേറെ രേഖകൾ പിടിച്ചെടുത്തു, അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. ഒപ്പം തന്നെ അക്രമ സംഭവങ്ങൾ ചിലപ്പോൾ CBI അന്വേഷിക്കുമെന്ന് പറയുന്നു. ഈ കേസിൻ്റെ ഭാവിയെ എങ്ങനെയാണ് കാണുന്നത്? ഇതിനകത്ത് രണ്ടായിട്ട് തന്നെ എടുക്കണം. ഈ സ്വതന്ത്രമായിട്ട് കേന്ദ്ര ഏജൻസികൾക്ക് കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കണം. അപ്പോൾ ഇവിടെ വരുമ്പോൾ പിണറായി വിജയൻ്റെ പിണിയാളുകളായിട്ടുള്ള കുറച്ച് പേര് അവരെ എതിർക്കുക, അവരെ ആക്രമിക്കുക, അവരെ കൊല്ലാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചാർജ് ഷീറ്റ് അവരുണ്ടാക്കിയ, കേന്ദ്ര ഏജൻസികളുണ്ടാക്കിയ സംസ്ഥാന സർക്കാർ ബൈൻഡിങ് ആണ് അതിന് കേസെടുക്കുക. അങ്ങനെ കേസെടുക്കുമ്പോൾ അവർക്ക് ഇനി ഇത് ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ല. ഈ കേസ് ഉൾപ്പെടെയുള്ള എല്ലാ കേസുകളും അവർ കടുപ്പിക്കാൻ നോക്കും. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇനിയിപ്പോൾ അങ്ങ് പറഞ്ഞത് ഒരു ഡീലിൻ്റെ സാധ്യതകളെക്കുറിച്ച് പറഞ്ഞു. ഒപ്പം തന്നെ ഈ കേസിൻ്റെ അന്വേഷണത്തെ തടസ്സപ്പെടുത്താനുള്ള ശ്രമമുണ്ട് എന്ന് പറഞ്ഞു. ഒരു ആശങ്കയുടെ, ഒരു ഭീതിയുടെ നിഴൽ CPM-നെ ബാധിക്കുന്നതായും പറഞ്ഞു. ഇനി മുന്നോട്ടുള്ള CPM-ൻ്റെ പോക്കിനെ സംബന്ധിച്ച് അവരുടെ പാർട്ടി ഘടകങ്ങൾ നടന്ന ചർച്ച ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ദേശീയ നേതൃത്വം, പ്രതിപക്ഷത്ത് നിൽക്കുന്ന ദേശീയ നേതാക്കളെല്ലാം തന്നെ ഒരേ സ്വരത്തിൽ പറയുന്നു, നോക്കൂ കേരളത്തിലും ED ഉപയോഗിച്ച് ആക്രമിക്കുന്നു. അപ്പോൾ എല്ലാവരും ചർച്ച അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. പക്ഷേ കേരളത്തിലെ CPM ഒരു മാറ്റം ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം കേരളത്തിലെ ജനവും മാറ്റം ആഗ്രഹിച്ചു. മറ്റാരുണ്ട് എന്നൊക്കെ ആയിരുന്നല്ലേ ഇദ്ദേഹത്തിൻ്റെ 3ാം പിണറായി സർക്കാരിൻ്റെ തുടർഭരണത്തിന് വേണ്ടി ഉപയോഗിച്ചു. ജനം പറഞ്ഞു മറ്റാരുണ്ട് ഞങ്ങളല്ലാതെ എന്നാണ് പറഞ്ഞത്. അതാണ് ഇവിടെ കാണുന്നത്. ഇനി ഈ ഡീലിൻ്റെ ഒരു തെളിവെന്ന് പറയുന്നത്,
ലിയോ ഇതിനു മുമ്പ് എത്ര മുഖ്യമന്ത്രി, അതിന് തൊട്ടു മുമ്പുള്ള ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാരെ കണ്ടിട്ടില്ലേ? VS-നെ കണ്ടിട്ടില്ലേ? അതെ. അവരാരുടെയെങ്കിലും വീട്ടിൽ ഈ പറഞ്ഞ BJP സർക്കാരിൻ്റെ BJPയുടെ ഭാഗമായിട്ടുള്ള നേതാക്കന്മാർ സന്ദർശനം നടത്തിയിട്ടുണ്ടോ? BJPയുടെ ഏതെങ്കിലും ഒരു അധികാരത്തിലുള്ളപ്പോഴോ ഇല്ലാത്തപ്പോഴോ എന്തെങ്കിലും വിധത്തിലുള്ള ഒരു സംസർഗം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ അവർ ചോദിക്കുന്നത് BJP-ക്കാരുടെ വീട്ടിൽ പൊക്കൂടെ അല്ലെങ്കിൽ BJP നമ്മൾ കണ്ടൂടെ? അങ്ങനെയല്ല, നമുക്ക് വ്യക്തിപരമായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, വ്യക്തിപരമായിട്ടുള്ളത്. ഇതങ്ങനെയല്ലല്ലോ. ഇത് വളരെ രഹസ്യമായിട്ടുള്ള ഗൂഢാലോചനകളും രഹസ്യമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ. സന്ദർശനങ്ങളും കൂട്ടിക്കാഴ്ചകളും അല്ലേ നടക്കും. നമ്മളതല്ലേ കാണുന്നത്. അതുകൊണ്ടാണ് അവിടെയാണ് ഈ ഡീലെന്ന് പറയുന്നത്. നമ്മൾ ഓക്കെ. ഇപ്പോൾ ഇന്നലെ പോലും ശ്രീ പിണറായി വിജയൻ എന്താ പറഞ്ഞത്? രാഹുൽ ഗാന്ധിക്ക് സന്തോഷമാകട്ടെ എന്ന്. അദ്ദേഹം അപ്പോഴും പറയുന്നില്ലേ ഈ രാഹുൽ ഗാന്ധിയുടെ കീഴിലല്ല നരേന്ദ്രമോദി എന്നുള്ളത്. രാഹുൽ ഗാന്ധിയുടെ കീഴിലാണോ അവർ? രാഹുൽ ഗാന്ധി സന്തോഷപ്പെടുത്താൻ വേണ്ടി പോയി റെഡി ചെയ്യുമെന്ന് പറഞ്ഞ ഉടനെ അമിത്ഷാ സെൻട്രൽ ഏജൻസികളെ വിടുവോ? എന്താണ് ഈ പറയുന്നത്? ചിരിക്കാൻ പോലും പറ്റുന്നൊരു ഹാസ്യമല്ലല്ലോ, ഇത് കരയാനല്ലേ തോന്നുന്നു. ഇത് ആരോടാണ് ഈ ഇത്തരം ഇത് കാണിക്കുന്നത്? വേറൊരു സംഭവം അത് അദ്ദേഹം, താങ്കൾ പറഞ്ഞ രീതിയിൽ അദ്ദേഹം ഭയന്നിട്ടാണ് കേട്ടോ. ഓക്കെ. അദ്ദേഹം ഭയന്നിട്ടാണ് ഇത്ര രീതിയിൽ. ഈ ഒരാഴ്ച ആയുള്ളൂ ഇവിടെ ഒരു അസംബ്ലി സത്യപ്രതിജ്ഞ ചെയ്തിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് പിടിവരിക എന്ന് പറഞ്ഞാലേ, അതും അദ്ദേഹത്തിനെ അല്ല പിടിക്കാൻ വന്നത്. അദ്ദേഹത്തിന് ഏതൊരപ്പനും സ്വന്തം മക്കൾ ഏതെങ്കിലും രീതിയിൽ പ്രതികളാകുകയും പിടിക്കപ്പെടുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു പരിഭവം ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു പരിഭ്രമമാണ് കാണിച്ചത്. പക്ഷേ ഒരു കാര്യം കൂടി എനിക്കറിഞ്ഞാൽ, അഭിപ്രായം അറിഞ്ഞാൽ താല്പര്യമുണ്ട്. അതായത് ഈ വിഷയത്തിൽ കേരളത്തിലെ പോലീസ്, ഞാൻ നേരത്തെ ചോദിച്ചു, പോലീസ് മന്ത്രിയുടെ ഏതെങ്കിലും തരത്തിലുള്ള പിടിപ്പില്ലായ്മയാണോ? ഒപ്പം തന്നെ മുഖ്യമന്ത്രി VD സതീശൻ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിയുടെയോ ആഭ്യന്തര വകുപ്പിൻ്റെയോ അറിവോടെയല്ല. കാരണം അങ്ങനെ അറിയിക്കേണ്ട കാര്യമില്ല, കാരണം അത് ലീക്ക് ഔട്ടാവും. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ DGP, ഇപ്പോൾ ഇരിക്കുന്ന DGP ആരോട് കൂറ് കാണിക്കും? അതാണ് അവിടെ. അത് ഞാൻ അഭിപ്രായം പറയേണ്ട. നമ്മൾ മാധ്യമപ്രവർത്തനം നിലയ്ക്ക് ഒരു സാധനത്തെക്കുറിച്ച് നമ്മൾ ഡിസെക്റ്റ് ചെയ്ത് ചിന്തിക്കും. ആ രീതിയിൽ ഞാൻ പറയുന്നുള്ളൂ. അദ്ദേഹത്തെ നിയമിച്ചത് ആഭ്യന്തരമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്ന അമിത്ഷായാണ്. ഇവിടെ അന്ന് മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ പിണറായി വിജയനാണ്. ഇവിടുത്തെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി അറിയിക്കില്ല. കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡും അവരുടെ അന്വേഷണവും മറ്റു കാര്യമൊന്നും കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി അറിയിക്കില്ല, മുഖ്യമന്ത്രി അറിയിക്കില്ല. അവർക്ക് ഇതിനകത്തൊരു ശേയുമില്ല. പിന്നെ അവിടെ ഈ അക്രമാസക്തമായ ഒരു യുവതലമുറ എന്ന് പറയുന്ന CPM-ൻ്റെ താല്പര്യമുള്ള കുറച്ച് പിള്ളേർ അക്രമാസക്തമായതിനെ തടയാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, CA ഉണ്ട്, മ്യൂസിയം പോലീസ് സ്റ്റേഷൻ. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിന് കുഴപ്പം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് പിടിപ്പുപേടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതും കൂടി ചിലപ്പോൾ ഈ അന്വേഷണത്തിൽ കേന്ദ്ര ഏജൻസികൾ പെടുത്തിയാൽ അദ്ദേഹത്തിനും കൂടെ പ്രയാസം വരും. ഇതാണ് ED റെയ്ഡുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലെ ചർച്ച തുടർന്നുകൊണ്ടേയിരിക്കും. ഇന്നത്തെ ചർച്ച അവസാനിക്കുമ്പോൾ പറഞ്ഞു വെക്കുന്നത് ഇതാണ്: CPM നൽകുന്ന സന്ദേശം, രാഷ്ട്രീയ സന്ദേശം ഒട്ടും മികച്ചതല്ല. അത് ഭീതിയുടേതാണ്. അക്രമം വിതച്ച് അന്വേഷണത്തെയും പരാതികളെയും ഇല്ലായ്മ ചെയ്യുവാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഒരു സംഘടനയ്ക്കും സാധിച്ചിട്ടില്ല. പക്ഷേ CPM അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ശരിയല്ല എന്ന് ഏവരും ഒരേ സ്വരത്തിൽ പറയുന്നു. അതിനോടൊപ്പം തന്നെ പറയാനുള്ള ഒന്ന്, യുവതലമുറ വളരെ ജാഗ്രതയോടുകൂടി വേണം ഇത്തരത്തിലുള്ള സമരങ്ങളിൽ, പരിപാടികളിൽ ഒക്കെ തന്നെ പങ്കുചേരുവാൻ. അത് അക്രമാസക്തമാകരുത് എന്നുള്ളതാണ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം. സമരവും പ്രതിഷേധവും ആകാം, പക്ഷേ അക്രമാസക്തമായാൽ അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികളിൽ പെട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച് ഒട്ടേറെ ആശങ്കകൾക്ക് അത് കാരണമാകും. 3, കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനുള്ള സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കേണ്ടതുണ്ട്. അത്തരത്തിലൊരു സാഹചര്യമില്ലാത്ത സംസ്ഥാനമാണോ കേരളം? അത്രയേറെ ഒരു വെള്ളരിക്കപ്പെട്ടണമായി നമ്മുടെ നാട് മാറിയിട്ടുണ്ടോ എങ്കിൽ അത് ഒട്ടും നല്ലതിനല്ല. മറ്റൊന്ന്, കേരളത്തിലെ സാഹചര്യത്തിൽ നമ്മുടെ സാമൂഹികമായിട്ടുള്ള പരിഷ്കരണത്തിന് വലിയ പങ്ക് വഹിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ നിലനിൽക്കണമെന്ന് ഓരോ പൗരനും ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇല്ലായ്മ ചെയ്യുന്ന പ്രവൃത്തികൾ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അവർ മാറ്റം ആഗ്രഹിക്കും. അതാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആകെ ചക്ക കുഴഞ്ഞതുപോലെ കുഴഞ്ഞിരിക്കുകയാണ് എക്സാലോജിക് CMRL വിഷയം. ED അന്വേഷണം വീണ്ടും കടുപ്പിക്കാൻ ഒരുങ്ങിയിട്ട് തന്നെയുണ്ട്. കാരണം അവർക്ക് അവരുടെ മുഖം രക്ഷിക്കണം. അവർക്ക് വ്യക്തമായൊരു സന്ദേശം രാജ്യമെമ്പാടും കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രാദേശിക പാർട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി വിചാരിച്ചു കഴിഞ്ഞാൽ അന്വേഷണം തടസ്സപ്പെടുത്താൻ സാധിക്കും എന്ന ഒരു മെസ്സേജ് രാജ്യമെമ്പാടും പോയി കഴിഞ്ഞാൽ അത് അവരുടെ
സത്യസന്ധതയ്ക്കും അവരുടെ ഉദ്ദേശശുദ്ധിക്കും ഒക്കെ തന്നെ തടസ്സം നിൽക്കുന്ന ഒന്നായി മാറും. അതുകൊണ്ട് തന്നെ അവർ വളരെ ഷാർപ്പായി ഇനി ആക്ട് ചെയ്യും എന്നുള്ള മെസ്സേജാണ് നമുക്ക് കേന്ദ്രത്തിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം നന്ദി സാർ, ഇത്ര സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിൻറ്റിൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.